നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം വട്ടം നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്കാണ് BJPയുടെ നീക്കം. അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചത്. ഇലക്ട്രൽ ബോണ്ട് കോടതി വിധി ഇത് BJPക്ക് ഒരു തിരിച്ചടിയായോ? ആ തിരിച്ചടിയെ ഒരുപക്ഷെ മറികടക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒന്നാണോ അരവിന്ദ് കേജ്രിവാളിൻ്റെ അറസ്റ്റ്? ഇതൊരു വിലങ്ങ് തടിയാകുമോ എന്ന് BJPക്ക് ഭയം തോന്നുന്നുണ്ടാകാം. അത് സ്വാഭാവികമാണ്. ഉടൻ ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായെങ്കിലും കാലിടറാം എന്നവർ ഭയന്നു. അത് മറികടക്കാൻ BJP ബുദ്ധി കേന്ദ്രങ്ങളിൽ ഉദിച്ച മറുതന്ത്രമായിരുന്നു കേജ്രിവാളിൻ്റെ അറസ്റ്റ്. ഇതിലൂടെ ഇലക്ട്രൽ ബോണ്ട് ചർച്ചയാകുന്നത് ഒഴിവാക്കുകയായിരുന്നു ലക്ഷ്യമിട്ടതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. ലക്ഷ്യം നേടാൻ എന്തു കുതന്ത്രവും പയറ്റുന്നവരാണ് BJP എന്ന പ്രതിപക്ഷ ആക്ഷേപവും നേരത്തെ ഉയർന്നിരുന്നു. അരവിന്ദ് കേജ്രിവാളിനോടും ആം ആദ്മിയോടും BJPക്ക് തീർത്താൽ തീരാത്ത ദേഷ്യമാണുള്ളത്. വാരാണസിയിൽ സാക്ഷാൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കാൻ ധൈര്യം കാട്ടിയത് മുതലാണ് BJPക്ക് കേജ്രിവാളിനോടുള്ള പക തുടങ്ങിയത്. പണി 18 നോക്കിയിട്ടും ഡൽഹിയിൽ അധികാരം പിടിക്കാൻ കഴിയാത്തതും നിലവിൽ തലസ്ഥാന നഗരിയിൽ ആം ആദ്മി കോൺഗ്രസ് സഖ്യം BJPക്ക് ഉയർത്തുന്ന ശക്തമായ വെല്ലുവിളിയും കൂടിയായപ്പോൾ വിരോധം വീണ്ടും കടുത്തു. ഇതിനൊപ്പം തങ്ങളുടെ തുറുപ്പ് ചീട്ടായ ഹിന്ദുത്വ അജണ്ട എടുത്തു കളിക്കാൻ കൂടി തുടങ്ങിയതോടെ എങ്ങനെയും കേജ്രിവാളിനെ ഒതുക്കിയേ പറ്റൂ എന്നായി. അതിനിടയിലാണ് മദ്യനയ കേസ് അവർക്ക് വീണ് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആദ്യ സമൻസ് അയച്ചതു മുതൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ED നടത്തിയിരുന്നു. ഒടുവിൽ മുഖ്യമന്ത്രിയായിരിക്കെ ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. BJPയെയും നരേന്ദ്രമോദിയെയും ശക്തമായി എതിർക്കുന്ന പ്രതിപക്ഷ കക്ഷികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റ്. ആർക്കെതിരെയും ഏതറ്റം വരെയും പോകുമെന്നതാണ് ആ മുന്നറിയിപ്പ്. മറ്റൊരു ലക്ഷ്യം കൂടി ഇതിലുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. നേതാക്കളെ ഒന്നൊന്നായി അകത്താക്കി ആം ആദ്മിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് അത്. കേജ്രിവാളിൻ്റെ വലങ്കയും ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു അറസ്റ്റ് ചെയ്തത്. ആം ആദ്മി സർക്കാരിൻ്റെ ഒട്ടേറെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുടെ ബുദ്ധി കേന്ദ്രം സിസോദിയായിരുന്നു. പഞ്ചാബിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ആം ആദ്മി വളരുന്നത് തടയുകയും അവർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. വൻ ലക്ഷ്യങ്ങളോടെയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെങ്കിലും നീക്കം അത്ര കണ്ട് വിജയിക്കുമോ എന്ന ആശങ്ക BJP കേന്ദ്രങ്ങളിൽ ഇപ്പോഴുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ കൂടിച്ചേരൽ കൂടുതൽ ബലവത്താകുമെന്നതും ആം ആദ്മിക്ക് സഹതാ വോട്ടുകൾ ലഭിക്കുമോ എന്നതുമാണ് അവരുടെ ആശങ്ക. മദ്യനയ കേസ് ആം ആദ്മിക്കെതിരെ ഒരു ഘട്ടത്തിൽ ആയുധമാക്കിയ കോൺഗ്രസ് BJPയെ ചെറുക്കാൻ യോജിച്ച സമരത്തിന് ഇറങ്ങാൻ തയ്യാറായി. രാഹുൽ ഗാന്ധി തന്നെ ഇതിന് നേതൃത്വം നൽകുന്നു. ഇന്ന് കോടതിയിൽ നിന്ന് കേജ്രിവാളിന് അനുകൂലമായ തീരുമാനം കൂടിയായാൽ ഭയന്നതുപോലെ സംഭവിക്കും എന്നാണ് ചില BJP കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അറസ്റ്റ് കൊണ്ട് തങ്ങളെ തളർത്താനാവില്ലെന്ന് വ്യക്തമാക്കി ആ ആദ്മി പ്രവർത്തകർ രംഗത്തെത്തിയിട്ടുണ്ട്. ജയിലിൽ കിടന്നുകൊണ്ട് കേജ്രിവാൾ ഭരിക്കുമെന്നാണ് പാർട്ടി പറയുന്നത്. ആം ആദ്മിയുടെ നയം ഇന്നലെ മന്ത്രിയും മുതിർന്ന നേതാവുമായ അതിഷി ആവർത്തിച്ചു. കേജ്രിവാൾ രാജിവെക്കില്ല, ജയിലിൽ കിടന്ന് ഭരിക്കും എന്നാണ് അവർ പറഞ്ഞത്. മുഖ്യമന്ത്രിയാണെങ്കിലും ഒരു വകുപ്പിൻ്റെയും ചുമതല കേജ്രിവാളിനില്ല. അതിനാൽ സർക്കാർ പ്രവർത്തനങ്ങളെ അസാന്നിധ്യം ബാധിക്കാനിടയില്ല. പക്ഷേ കേജ്രിവാളിനെതിരെ കേസുകൾ ചാർജ് ചെയ്യപ്പെട്ടാൽ രാജി ആവശ്യപ്പെട്ട് BJP മുന്നോട്ട് വരുമെന്ന് ഉറപ്പുണ്ട്. അങ്ങനെ ആം ആദ്മിയെ വെട്ടിലാക്കാൻ സാധിക്കും.